നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് റീഡിംഗ് കാണുന്നതിന് മുൻപായിട്ട് സൂചിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സോട് കൂടി ഈ ഒരു റീഡിംഗ് കാണുവാണെങ്കിൽ റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളിത് മനസ്സിൽ നെഗറ്റീവ് തോട്ട്സും പോസിറ്റീവായിട്ടുള്ള റീഡിങ് കിട്ടി എന്നാലും നിങ്ങൾക്കത് യൂസ് ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് കാണുക, നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മുൻപോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മജീഷ്യൻ കാർഡാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവരുടെ ലൈഫിലോട്ട് നിങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. മജീഷ്യൻ കാർഡും ഡേ ഡ്രീമും ഓക്കെ, രണ്ടും മാച്ച് ആവുന്ന കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അതായത് പകൽ പോലും അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അവരുടെ ചിന്തകളിൽ നിങ്ങളാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ രാത്രിയും പകലും സദാസമയം നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ അകന്ന് നിൽക്കുവാണെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് എടുക്കട്ടെ. നയൻ ഓഫ് സോർഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നയൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ അവർ ഉറക്കം പോലും നഷ്ടപ്പെട്ട് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പേടിക്കുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അതും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരിപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാൻ നോക്കട്ടെ മെസ്സേജ് എന്താ നോക്കട്ടെ കേട്ടോ. നീഡ് യു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് അത്രയും ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരുടെ ലൈഫിൽ അവരിപ്പോൾ രാത്രി പോലും ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മാനസികമായിട്ട് ഒരു സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണലെന്ന് കാണിക്കുന്നത്. അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. അതായത് സദാസമയം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സണലെന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഉറങ്ങാൻ പോലും അവർക്ക് പറ്റുന്നില്ല. കാരണം അവരിങ്ങനെ സദാസമയം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്, ഉറക്കത്തിൽ പോലും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണലെന്ന് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ. ത്രീ ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്.
അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദന അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം നീഡ് യു എന്ന് കാണിക്കുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻഡ് ആക്കി എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോ കാരണം മാറി നിൽക്കുന്നതായിരിക്കാം. ആദ്യം നിങ്ങൾ ചെല്ലട്ടെ എന്നുള്ള കരുതുന്നുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോഴേ വേണ്ട, കുറച്ച് ടൈം എടുക്കട്ടെ, അങ്ങനെ ഞാൻ എപ്പോഴും നിങ്ങളുടെ പിറകെ അവരിങ്ങനെ വന്നാൽ ശരിയാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഈഗോ പിടിച്ച് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്കിപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അവരുടെ മനസ്സ് അത്രയും തകർന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ സിറ്റുവേഷൻ അവർക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ കേട്ടോ. ചേഞ്ചിങ് എന്നാ പറയുന്നത് അവർ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഒരുപാട് അവരുടെ ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രെസ്സ് കാരണം നിങ്ങളിൽ നിന്ന് മാറി നിന്നതാണ്. പക്ഷേ മാറി നിന്നിട്ട് അവർക്ക് അവിടെ മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത കൊണ്ട് അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നീഡ് യു അല്ലെങ്കിൽ ഡേ ഡ്രീമിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവരിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്തായാലും അവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടൊന്ന് മാറി നിൽക്കുവാണ്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അവർക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവരുടെ മനസ്സിൽ അത്രയും ആഗ്രഹമുണ്ട്. അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻഡാക്കി അവർ വരുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. സോറി എന്ന് പറയുന്നത് അവർ സോറി പറയാട്ടോ നിങ്ങളോട്. അതായത് അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് വരുവാണ്. അവരിപ്പോൾ ഈ മാറി നിൽക്കുന്നതിന് നിങ്ങളോട് സോറി പറയാണ്. ചിലപ്പോൾ നിങ്ങളോട് പറയാതായിരിക്കാം അവർ മാറി നിൽക്കുന്നുണ്ടാവുക. പെട്ടെന്ന് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് അവർ പോയതായിരിക്കാം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം ഇനി ഈ പേഴ്സൺ വരില്ല എന്നുള്ള വിഷമമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ കരുതുന്നത് ഇതിനൊരു സോറി നിങ്ങളോട് പറയണം. കാരണം അവരിപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് അറിയാം. അപ്പോൾ ഇനി അവർ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ്. ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയി തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവർ നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങളോട് സോറി പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫോർ ഓഫ് സോൾസ് ആണ്. അവർ മാനസികമായിട്ടുള്ള വിഷമത്തിലാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം മാറി നിൽക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ മാറി അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. നിങ്ങളെക്കുറിച്ച് കണ്ടോ, സ്വപ്നമൊക്കെ കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു, ഡേ ഡ്രീം ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ആൾ നിങ്ങളിലേക്ക് വരും. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതും എൻഡ് ചെയ്ത ആൾ നിങ്ങളിലേക്ക് വരും. ആൾ ഇപ്പോൾ അത്രയും മാനസികമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. സോറി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളോട് ചിലപ്പോൾ പറയാതെ പോയതാണെങ്കിൽ സോറി, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് മാറി നിന്നത് എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനൊരു മെസ്സേജ് കാർഡ് നോക്കട്ടെ. പ്രോമിസ് എന്ന് പറയുന്നത് അവർ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രോമിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രോമിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ഏത് രീതിയിലൊരു പ്രോമിസ് ആയെങ്കിലും ആ ഒരു പ്രോമിസ് അവർ എന്തായാലും ആ ഒരു പ്രോമിസ് അവർ തെറ്റിക്കില്ല. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻഡാക്കി അവർ തന്ന പ്രോമിസ് എന്തായാലും അവർ നടപ്പിലാക്കും. ആ ഒരു പ്രോമിസ് അവർ തെറ്റിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല കാർഡ്സ് വരുമ്പോൾ എനിക്ക് അറിയാതെ ചിരി വരുന്ന കേട്ടോ, അല്ലാതെ ഞാൻ ഉണ്ടാക്കി ചിരിക്കുന്നതൊന്നുമല്ല. കാരണം എല്ലാവരുടെ സിറ്റുവേഷൻ എനിക്ക് ഏകദേശം അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാട്ടോ. അപ്പോൾ നമുക്കൊരു കാർഡ് കൂടി എടുക്കാം.
കിങ് ഓഫ് വാൺസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനത്തിലാണ്. അതായത് അങ്ങനെ ഒരു സ്ട്രോങ് തീരുമാനം എടുത്തിട്ടാണ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള അവരുടെ വർക്കിൻ്റെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് അവർ. പക്ഷേ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ വേണ്ടി പറ്റണ്ടേ, അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, അവർക്ക് നിങ്ങൾ വേണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുക, അവർക്ക് ഉറങ്ങാൻ പറ്റാണ്ടാവുക, ഡേ ഡ്രീം ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മെസ്സേജ് ഓഫ് ലവ് എന്ന് കാണിക്കുന്നത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യും, അവർ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. ഐ ലവ് യു നോ, ഐ മിസ് യു നോ, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, നിങ്ങളെ വിളിക്കും, നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ്. സ്നേഹത്തോടു കൂടി ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്ക് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് പോസിറ്റീവ് റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം നല്ല കാർഡാണ്. പ്രോമിസ് അവർ തന്നിട്ടുള്ള പ്രോമിസ് അവർ ഒരിക്കലും തെറ്റിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതുപോലെ അവർ സോറി പറഞ്ഞ് തിരിച്ചു വരും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട്. അതുപോലെ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് അവരിപ്പോൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് അവരിപ്പോഴുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ള കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ. അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് വാൺസ് ആണ്. അവരൊരു തീരുമാനം എടുത്ത് മാറി നിന്നതാണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നല്ല കാർഡ്സ് ആണ്, നല്ല റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഈ റീഡിംഗ് കാണുവാണെങ്കിൽ നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ആവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഉത്രട്ടാതി, ലെറ്റർ വി, പൂരുട്ടാതി, അവിട്ടം, 1994, മെയ്, ലെറ്റർ കെ, സെപ്റ്റംബർ, പുണർദം, ജൂൺ, 1985, ലെറ്റർ വൈ. ഈ വൈ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. വൈ ഉള്ള ആളുകൾ കുറച്ച് കുറവായിരിക്കും, എന്നാലും വരുന്നുണ്ട്. തിരുവോണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. നല്ല മെസ്സേജസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.